വെൽക്കം ടു മൈ ചാനൽ ടീച്ചിങ് വേൾഡ് സക്സസ് സ്റ്റെപ്സ്. ഇത് നമ്മുടെ 70 ഡേയ്സ് ചലഞ്ചിൻ്റെ ഭാഗമായിട്ടുള്ള ഫസ്റ്റ് ഡേ ക്ലാസ്സാണ്. അതിലൊരു പോർഷനായിരുന്നു സയൻസിലെ ജീവകങ്ങളും അപര്യാപ്തത രോഗങ്ങളും എന്ന് പറയുന്നത്. അതിലെ ജീവകങ്ങളുടെ തന്നെ പാർട്ട് 3 ആണ്. ഫസ്റ്റ് 2 പാർട്ട് കാണാത്തവർ കണ്ടു നോക്കുക. അതിൽ എയും ബിയും ഒരു പാർട്ടായിട്ടും ബിയും സിയും ഡി ഇ കെ ഇതെല്ലാം സെക്കൻഡ് പാർട്ടായിട്ടും എടുത്തിട്ടുണ്ട്. ഇതിൽ ജീവകങ്ങളുടെ രാസനാമങ്ങളും അപര്യാപ്തത രോഗങ്ങളും പിന്നെ പ്രധാനപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസും കൂടി പറഞ്ഞിട്ട് പാർട്ട് 3 അവസാനിപ്പിക്കും. കാണുന്നവർ കണ്ടിഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. ക്ലാസ്സിലേക്ക് പോവാം. ജീവകം എയുടെ രാസനാമമാണ് റെറ്റിനോൾ. നമ്മൾ പറഞ്ഞിട്ടുണ്ട് റെറ്റിന എന്ന് പറയുന്നത് കണ്ണുമായി ബന്ധപ്പെട്ട ഒരു പദമാണല്ലേ. അതുകൊണ്ട് തന്നെ റെറ്റിനോൾ നമുക്ക് ഓർമ്മിച്ച് വയ്ക്കാൻ ബുദ്ധിമുട്ട് കാണത്തില്ല. അപ്പോൾ ജീവകം എയുടെ അപര്യാപ്തത രോഗം തന്നെയാണ് നിശാന്തത നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ കണ്ണ്, നിശാന്തത, റെറ്റിന ഇതെല്ലാം ഓർമ്മിക്കുമ്പം കിട്ടും അല്ലേ. ജീവകം എയുടെ രാസനാമം റെറ്റിനോൾ. ജീവകം B1ൻ്റെ രാസനാമം എന്ന് പറയുന്നത് തയാമിൻ്റെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ എടുത്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അമിത മദ്യപാനികൾക്ക് നൽകുന്ന ജീവകമാണ് തയാമിൻ എന്ന് പറയുന്നത്. ഇനി ജീവകം B2ൻ്റെ രാസനാമമാണ് റൈബോഫ്ലാവിൻ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു പാലിൻ്റെ നേരിയ മഞ്ഞ നിറത്തിന് കാരണം സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ നഷ്ടപ്പെട്ടു പോകുന്ന പാലിലെ ജീവകം. ഇതെല്ലാം തന്നെ B2 അല്ലെങ്കിൽ റൈബോഫ്ലാവിനാണ്. B3 നിക്കോട്ടിനിക് ആസിഡ് അല്ലെങ്കിൽ നിയാസിൻ എന്ന് മറ്റൊരു പേരും കൂടെ ഉണ്ട്. അപ്പോൾ B3യുടെ രാസനാമം എന്താണ്? നിക്കോട്ടിനിക് ആസിഡ്. ഈ നാലിലൊന്നും കൂടി പറഞ്ഞു നോക്കാം. വൈറ്റമിൻ എ റെറ്റിനോൾ, വൈറ്റമിൻ B1 തയാമിൻ, വൈറ്റമിൻ B2 റൈബോഫ്ലാവിൻ, വൈറ്റമിൻ B3 നിക്കോട്ടിനിക് ആസിഡ്. ഓക്കെ ആണോ? ഒന്ന് മനസ്സിൽ പറഞ്ഞു നോക്കൂ. വൈറ്റമിൻ എ, വൈറ്റമിൻ B1, വൈറ്റമിൻ B2, വൈറ്റമിൻ B3 കിട്ടുന്നുണ്ടോ? ബാക്കി പറയാം. വൈറ്റമിൻ B5നെ നമ്മൾ പെൻഡ എന്ന് പറയാറുണ്ടല്ലേ പൊതുവേ. അപ്പോൾ അങ്ങനെ ഓർമ്മിക്കാം. B5 പെൻഡ അല്ലെങ്കിൽ പാൻറ്റോതെനിക് ആസിഡ്. B5ൻ്റെ പേരെന്താ? പാൻറ്റോതെനിക് ആസിഡ്. B6 പിരിഡോക്സിൻ. നമ്മൾ സ്കൂൾ ടൈം ടേബിളൊക്കെ പറയുന്ന സമയത്ത് 6-7 പീരീഡ് എന്നൊക്കെ പറയാറില്ലേ. B6 പിരിഡോക്സിൻ. B6 പിരിഡോക്സിൻ. B7 ബയോട്ടിൻ ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിച്ചിട്ടുണ്ട്. അതുപോലെ B1 B2 ചോദിച്ചിട്ടുണ്ട്. B7 എന്ന് പറയുന്നത് ബയോട്ടിൻ. B9 ചോദിച്ചിട്ടുണ്ട്. അരുണ രക്താണുക്കളുടെ നിർമ്മാണത്തിന് ആവശ്യമായിട്ടുള്ള വൈറ്റമിനാണ് B9 അല്ലെങ്കിൽ ഫോളിക് ആസിഡ്. B12 സയാനോ കൊബാലമിൻ എന്ന് പറയുന്നു. കൊബാൾട്ട് എന്ന ലോഹം കാണപ്പെടുന്നു. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തന്നെ PYQ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. കൊബാൾട്ട് കാണപ്പെടുന്ന വൈറ്റമിൻ ഏതാണ്? B12. വൈറ്റമിൻ സി ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്. വൈറ്റമിൻ എയുടെ രാസനാമം എന്താണ്? അസ്കോർബിക് ആസിഡ്. വൈറ്റമിൻ സിയുടെ രാസനാമം അസ്കോർബിക് ആസിഡ്. ഇനി വൈറ്റമിൻ ഡിയും ഓർമ്മിക്കാൻ പ്രത്യേകിച്ച് അതിൽ നിന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനത് ഓർമ്മിച്ചു. എങ്ങനെ? DC ABCD അങ്ങനെ ഓർമ്മിച്ച് വെച്ചു. സി നമുക്ക് ഓർമ്മിക്കാൻ പറ്റും. നമ്മൾ കുഞ്ഞിലല്ല ഒരുവിധം PSC പഠിച്ചു തുടങ്ങിയ സമയം തൊട്ട് നമ്മൾ കേൾക്കുന്നതാണ്. വൈറ്റമിൻ സി അസ്കോർബിക് ആസിഡ് 7ാം ക്ലാസ്സിലൊക്കെ പഠിക്കാനുണ്ട്. വൈറ്റമിൻ ഡിയുടെ രാസനാമമാണ് ഡി എന്ന് പറയുമ്പോൾ സി ഓർമ്മിക്കുക. കാൽസിഫെറോൾ. കാൽസ്യത്തിൻ്റെ ആഗിരണത്തിന് വേണ്ട വൈറ്റമിൻ ഏതാണെന്ന് നമ്മൾ പഠിച്ചു. വൈറ്റമിൻ ഡി ആണ്. ക്ലാസ് കാണാത്തവരുണ്ടെങ്കിൽ ക്ലാസ് കണ്ടു വെക്കുക കേട്ടോ. ഇനി വൈറ്റമിൻ ഈയുടേത് ഞാൻ അങ്ങനെയാണ് ഓർമ്മിച്ചത്. ടോക്കോഫെറോൾ. F ഉണ്ട് ഇവിടെ. അപ്പോൾ ഇയും എഫ് വരുന്ന വേറൊരു വാക്ക് ഇതിനകത്ത് ഞാൻ കണ്ടില്ല. അപ്പോൾ എങ്ങനെ ഓർമ്മിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് ഇയും എഫും. ഫെറോൾ ഓർമ്മിക്കണം. F ഓർമ്മിച്ചിട്ട് T ഇല്ലല്ലോ, F ഇല്ലല്ലോ എന്ന് ഓർക്കരുത്. ഇയും എഫും ടോക്കോഫെറോൾ. അപ്പോൾ K എന്ന് പറയുന്നത് ഫിലോക്വിനോൺ. Kയും Q ആയിട്ടൊക്കെ നമുക്കൊരു ലിങ്ക് ഇട്ട് മനസ്സിൽ ഓർമ്മിക്കാൻ പറ്റും. അപ്പോൾ
വൈറ്റമിൻ കെ ഫില്ലോക്വിനോൺ. വൈറ്റമിൻ കെ ഫില്ലോക്വിനോൺ. അപ്പോൾ ഒന്നും കൂടി പറയാം. വൈറ്റമിൻ എ എന്ന് പറയുന്നത് റെറ്റിനോൾ. വൈറ്റമിൻ B1 തയാമിൻ. വൈറ്റമിൻ B2 റൈബോഫ്ലാവിൻ. വൈറ്റമിൻ B3 നിക്കോട്ടിനിക് ആസിഡ്. വൈറ്റമിൻ B5 പാൻറ്റോതെനിക് ആസിഡ്. B6 പിരിഡോക്സിൻ. B7 ബയോട്ടിൻ. B9 ഫോളിക് ആസിഡ്. B12 സയാനോകോബാലമിൻ. വൈറ്റമിൻ സി അസ്കോർബിക് ആസിഡ്. വൈറ്റമിൻ ഡി കാൽസിഫെറോൾ. വൈറ്റമിൻ ഇ ടോക്കോഫെറോൾ ആൻഡ് വൈറ്റമിൻ കെ ഫില്ലോക്വിനോൺ. ഇതൊക്കെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഇത്രയും ക്ലിയർ ആയെന്ന് ഞാൻ മനസ്സിൽ വിചാരിക്കുന്നു. ഒന്ന് ലാസ്റ്റ് പോർഷനിലെ വീഡിയോയുടെ എൻ്റെ ഭാഗത്തേക്ക് പോകുമ്പോഴേക്കും ഒന്നുകൂടി ചോദിക്കാം, നിങ്ങൾ ഓർത്ത് നോക്കുക കേട്ടോ. അടുത്തത് അപര്യാപ്തത രോഗങ്ങളാണ്. വൈറ്റമിൻ എയുടെ അപര്യാപ്തത രോഗം. നമ്മൾ കണ്ണിൻ്റെ കാഴ്ചയുടെ കാര്യമൊക്കെ പറഞ്ഞു, റെറ്റിന എന്ന് പറഞ്ഞു. അപ്പോൾ ജീവകം എയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് നിശാന്തത, നൈറ്റ് ബ്ലൈൻഡ്നെസ് എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടില്ലേ. അതുപോലെ സീറോഫ്താൽമിയ. ഇത് രണ്ടും എന്താണ്? വൈറ്റമിൻ എയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗങ്ങളാണ് നിശാന്തതയും സീറോഫ്താൽമിയ. B1 കുറവ് മൂലമുണ്ടാകുന്നത്, ബിയിൽ തന്നെ 8 ഉണ്ട്, അതിൽ നമുക്ക് 4 പഠിക്കാം. B1, B3, B9, B12. അല്ലെ B1 ഒരുപാട് വട്ടം ചോദിച്ചിട്ടുണ്ട്. അതുപോലെ B3യുടെ പ്രശ്നം നമുക്കത് പരീക്ഷയ്ക്ക് കയറുമ്പോൾ തെറ്റിപ്പോവും, അത് മാറിപ്പോവും. അതുകൊണ്ട് B3 ഒന്ന് ഓർത്ത് വയ്ക്കുക. അപ്പോൾ B1 പേര് ബെറിബെറി. അതായത് B1 കുറവ് മൂലമുണ്ടാകുന്ന രോഗമാണ് ബെറിബെറി. B1 അപര്യാപ്തത രോഗം ഏതാ? ബെറിബെറി. B3 അപര്യാപ്തത രോഗം പെല്ലഗ്ര. B3യുടെ കുറവ് മൂലമുണ്ടാകുന്ന രോഗം ഏതാ? പെല്ലഗ്ര. B9 നമ്മൾ പറഞ്ഞു ഫോളിക് ആസിഡ്, അതായത് അരുണ രക്താണുക്കൾ, രക്തത്തിൻ്റെ കുറവൊക്കെ മൂലമുണ്ടാകുന്ന രോഗമാണ് വിളർച്ച അല്ലെങ്കിൽ അനീമിയ എന്ന് പറയുന്നത്. അപ്പോൾ B9, ജീവകം B9 വിളർച്ച, മെഗലോബ്ലാസ്റ്റിക് അനീമിയ. അപ്പോൾ അനീമിയ, വിളർച്ച എവിടെ കേട്ടാൽ എന്ത് എഴുതാം? B9 എഴുതാം. B3 ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിച്ച് പഠിക്കാൻ മറക്കരുത്. 3 അക്ഷരങ്ങൾ പെല്ലഗ്ര, B3 അങ്ങനെ ഓർത്ത് വെച്ചാലും മതി. പെല്ലഗ്ര, B3. അതുപോലെ B12 പെർനീഷ്യസ് അനീമിയ എന്ന് പറയും. B9 B12 അനീമിയാണ്. അതുപോലെ B9 മെഗലോബ്ലാസ്റ്റിക് അനീമിയയും B12 പെർനീഷ്യസ് അനീമിയയുമാണ്. അതുപോലെ വൈറ്റമിൻ സിയുടെ കുറവ് മൂലമുണ്ടാകുന്ന രോഗമാണ് സ്കർവി. അത് നമ്മൾ പറഞ്ഞു, നാവികരുടെ പ്ലേഗ് എന്നറിയപ്പെടുന്ന രോഗം. വൈറ്റമിൻ ഡി കാണ അല്ലെങ്കിൽ റിക്കറ്റ്സ്. ഈ B3യും വൈറ്റമിൻ ഡിയും കൂടെയാണ് മാറിപ്പോകുന്നത്. അപ്പോൾ ഇത് രണ്ടും നമ്മൾ ശ്രദ്ധിച്ച് തന്നെ പഠിക്കണം. B3 ഇനി മാറത്തില്ല, 3 അക്ഷരം പെല്ലഗ്ര B3. ഇനി വൈറ്റമിൻ ഡി എന്ന് പറഞ്ഞാൽ കാണ, അല്ലെങ്കിൽ കാണയുടെ വേറൊരു പേര് റിക്കറ്റ്സ്. അതിൽ 3 അക്ഷരമല്ലോ, കൊണ്ട് മാറിപ്പോകത്തില്ല. ഇനി റിക്കറ്റ്സ്. വൈറ്റമിൻ ഇ പ്രത്യുൽപാദന വ്യവസ്ഥയ്ക്ക് ആവശ്യമായിട്ടുള്ള വൈറ്റമിനാണ്. അതുകൊണ്ട് തന്നെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് വന്ധ്യത. ജീവകം കെയുടെ കുറവ്, രക്തം കട്ട പിടിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു ജീവകമാണ് ജീവകം കെ. അപ്പോൾ രക്തസ്രാവം എന്ന് പറയുന്നത് അതിൻ്റെ അപര്യാപ്തത രോഗമാണ്. അപ്പോൾ ഒന്നും കൂടെ ഓർമ്മിക്കുക, ഇതിൽ പ്രധാനപ്പെട്ടത് ടിക്ക് ചെയ്യുക. ബി ഒരുപാട് വട്ടം ചോദിച്ചിട്ടുണ്ട്, എയും ചോദിച്ചിട്ടുണ്ട്, പക്ഷേ അത് നിങ്ങൾക്ക് രണ്ടർക്ക് കിട്ടും. ജീവകം എ എന്ന് പറഞ്ഞാൽ നിശാന്തത, സിറോഫ്താൽമിയ. ഇത് രണ്ടും ജീവകം എയുടെ അപര്യാപ്തത രോഗങ്ങൾ. B1 ആണെങ്കിൽ ബെറിബെറി, B3 പെല്ലഗ്ര, B9 എന്ന് പറയുന്നത് വിളർച്ചയാണ്, അനീമിയ അല്ലെങ്കിൽ മെഗലോബ്ലാസ്റ്റിക് അനീമിയ, B12 പെർനീഷ്യസ് അനീമിയ. വൈറ്റമിൻ സി എന്നറിയപ്പെടുന്നത് സ്കർവിയാണ്. വൈറ്റമിൻ സിയുടെ കുറവ് മൂലമുണ്ടാകുന്ന രോഗമാണ് സ്കർവി. നാവികരുടെ പ്ലേഗ് എന്നറിയപ്പെടുന്നു. ജീവകം ഡി എന്ന് പറയുന്നത് കണ അല്ലെങ്കിൽ റിക്കറ്റ്സ് ആണ്. ഇമ്പോർട്ടൻ്റ് ആണ്, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ ഒരുവിധം B12 ഒഴികെ ബാക്കിയെല്ലാം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ജീവകം ഇ വന്ധ്യത, ജീവകം കെ രക്തസ്രാവം.
മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ജീവകം B3 ഓർമ്മിക്കുക, അപര്യാപ്തത രോഗം. B3 പെല്ലഗ്ര. ജീവകം D കണ അല്ലെങ്കിൽ റിക്കറ്റ്സ്. ഇനി പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടി, ഇത് മിക്കവാറും റാങ്ക് മേക്കിംഗ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു പോർഷനാണ്. ഇതാരും അധികം ശ്രദ്ധിക്കത്തില്ല. ജീവകങ്ങളും രാസനാമവും അപര്യാപ്തത രോഗവും മാത്രം നോക്കിക്കൊണ്ട് പോകും. ഇത് പ്രധാനപ്പെട്ടൊരു പോർഷനാണ്, പഠിച്ചു വയ്ക്കുക. അപരനാമങ്ങൾ. പെല്ലഗ്ര എന്ന് പറയുന്നത് നമ്മൾ B3 ആണല്ലോ. അപ്പോൾ ആൻറ്റി പെല്ലഗ്ര വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് ഏതാണ്? ജീവകം B3 ആണ്. അപരനാമത്തിൽ അറിയപ്പെടുന്നത് ആരാണ്? ജീവകം B3. അപ്പോൾ ആൻറ്റി പെല്ലഗ്ര വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് ജീവകം B3 ആണ്. ഇനി ഫ്രഷ് ഫുഡ് വിറ്റമിൻ എന്നറിയപ്പെടുന്നത് ജീവകം C ആണ്. നമുക്ക് ഓർമ്മിക്കാൻ എളുപ്പമായിരിക്കും. ഫ്രഷ് ഫുഡ് വിറ്റമിൻ എന്നറിയുന്നത് ജീവകം C ആണ്. ഇനി സൺഷൈൻ വിറ്റമിൻ ഏതാ? ഫുഡിൽ നിന്ന് ലഭിക്കത്തില്ല, എന്നാൽ സൂര്യപ്രകാശത്തിൽ നിന്ന് നമുക്ക് ലഭിക്കും. അപ്പോൾ സൺഷൈൻ വിറ്റമിൻ എന്നറിയുന്നത് ജീവകം D ആണ്. സ്റ്റിറോയിഡ് വിറ്റമിൻ എന്നറിയപ്പെടുന്നത് ഏതാണ്? അതും വൈറ്റമിൻ D ആണ്. ആൻറ്റി റിക്കറ്റിക് വിറ്റമിൻ എന്നറിയപ്പെടുന്നത് ഏതാ? റിക്കറ്റ്സ് എന്ന് പറയുന്ന അസുഖം ഏതിൻ്റെതാ? ജീവകം D ആണ്. റിക്കറ്റ്സ് അല്ലെങ്കിൽ കണ. അപ്പോൾ ആൻറ്റി റിക്കറ്റിക് വിറ്റമിൻ എന്നറിയപ്പെടുന്നത് ജീവകം D ആണ്. ഇനി ഹോർമോണായിട്ട് കണക്കാക്കുന്നൊരു വിറ്റമിൻ ഉണ്ടല്ലോ, ഏതായിരുന്നു? ജീവകം E. അപ്പോൾ ഹോർമോൺ വിറ്റമിൻ എന്നറിയപ്പെടുന്നതോ അല്ലെങ്കിൽ അപരനാമത്തിൽ അറിയപ്പെടുന്നത് ജീവകം E ആണ്. ആൻറ്റി പെല്ലഗ്ര വിറ്റമിൻ ശ്രദ്ധിക്കുക. സൺഷൈൻ വിറ്റമിൻ നിങ്ങൾക്ക് അറിയാം, കിട്ടും. പിന്നെ സ്റ്റിറോയിഡ് വിറ്റമിൻ ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക. അതുപോലെ ഹോർമോൺ വിറ്റമിൻ, ഇതൊക്കെ നമ്മൾ അവിടെ ചെന്നിരുന്ന് പെട്ടെന്ന് ഓർക്കുമ്പോൾ കിട്ടത്തില്ല, മാറിപ്പോവും. ബ്യൂട്ടി വൈറ്റമിൻ നമുക്കറിയാം, ജീവകം E ആണെന്ന് അറിയാം. ആൻറ്റി സ്റ്റെറിലിറ്റി വിറ്റമിൻ, അതും ജീവകം E ആണ് കേട്ടോ. അപ്പോൾ ആൻറ്റി സ്റ്റെറിലിറ്റി വൈറ്റമിനും ബ്യൂട്ടി വൈറ്റമിനും പിന്നെ ഹോർമോണായിട്ട് ഉപയോഗിക്കുന്ന വൈറ്റമിൻ ഏതാണെന്ന് ചോദിച്ചാൽ ജീവകം E ആണ്. ഇനി കൊയാഗുലേഷൻ വിറ്റമിൻ ഏതാണ്? ജീവകം K. രക്തം കട്ടപിടിക്കുന്നതുമായി ബന്ധപ്പെട്ടതായതുകൊണ്ട് കൊയാഗുലേഷൻ വൈറ്റമിൻ ഏതാണെന്ന് ചോദിച്ചാൽ വൈറ്റമിൻ K ആണ്. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷനാണ്. ആ 4 എണ്ണം ടിക്ക് ഇട്ടേക്കുന്നത് മാറിപ്പോവാൻ ചാൻസ് ഉള്ളതാണ്, അതൊന്നും അങ്ങോട്ട് ശ്രദ്ധിക്കുക. ഒന്നും കൂടെ പറയാം. ആൻറ്റി പെല്ലഗ്ര വിറ്റമിൻ B3, ഫ്രഷ് ഫുഡ് വിറ്റമിൻ എന്ന അപരനാമത്തിലുള്ളത് ജീവകം C, സൺഷൈൻ വിറ്റമിൻ ജീവകം D, സ്റ്റിറോയിഡ് വിറ്റമിൻ ജീവകം D, ആൻറ്റി റിക്കറ്റിക് വിറ്റമിൻ ജീവകം D, ഹോർമോൺ വിറ്റമിൻ ജീവകം E. ഹോർമോൺ അതൊന്ന് ശ്രദ്ധിച്ചേക്കുക, സ്റ്റാർ ഇട്ടേക്കുക. അതുപോലെ സൺഷൈൻ. ബ്യൂട്ടി വിറ്റമിൻ ജീവകം E, ആൻറ്റി സ്റ്റെറിലിറ്റി വിറ്റമിൻ ജീവകം E, കൊയാഗുലേഷൻ വിറ്റമിൻ ജീവകം K. അപ്പോൾ ഇതാണ് വൈറ്റമിനുമായി ബന്ധപ്പെട്ട പോർഷൻ. കുറച്ച് വലിയ പോർഷനായിരുന്നു, ഞാൻ ഡേ 1 ഇട്ടതാണ്. കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്തവർക്ക് റിവിഷന് മുന്നേ വരുന്ന സമയത്ത് ബാക്കി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഓരോ ഡേയ്സിലും കുറച്ച് പോർഷനാണ് ഇടുന്നത്. ഇനി ബാക്കി അതിൽ നദികൾ കായലുകളുണ്ട്. കേരള ഭൂമിശാസ്ത്രത്തിൻ്റെ കുറച്ച് പോർഷനുണ്ട്. മാക്സിമം കവർ ചെയ്യാൻ ശ്രമിക്കുക. വീഡിയോ കാണാത്തവർ കണ്ടു നോക്കുക, അതിന് മുന്നേ ഉള്ള വീഡിയോസ്. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കമൻറ്റ്സ് അറിയിക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്